ഡെറാഡൂണിൽ നിന്നും രാത്രി 8 മണിയോടെ ഞങ്ങൾ ഹരിദ്വാറിലെത്തി. എം. മുകുന്ദൻ എഴുതിയ ഹരിദ്വാറിൽ മണികൾ മുഴങ്ങുമ്പോൾ എന്ന നോവൽ വായിച്ച കാലം തൊട്ട് പോവാനാഗ്രഹിച്ച, ഒരിക്കലും പോയിട്ടില്ലെങ്കിലും പരിചിതമായ നഗരം. ആ നോവൽ വായിച്ചപ്പോൾ ഒരു യാത്രാവിവരണം വായിച്ചതുപോലെ തോന്നിയിരുന്നു. മുഖ്യ കഥാപാത്രത്തിനോടൊപ്പം രാവും പകലും അവിടുത്തെ തെരുവുകളിൽ ഞാനും അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്നു. പുരോഹിതന്മാർ ഉയർത്തിപ്പിടിച്ച ദീപശിഖകളുമായി ക്ഷേത്രങ്ങളിൽ നിന്ന് വെളിയിൽ വന്നു. മുഴങ്ങുന്ന ശംഖുലികൾ ബ്രഹ്മകുണ്ഡത്തിൽ മണിനാദം വർഷിക്കുകയായി. ഈ ദീപശിഖകളിൽ നിന്നും ഈ മണിനാദത്തിൽ നിന്നും മോചനമില്ല ഒരിക്കലും എന്ന് നോവലിൽ പറഞ്ഞ പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. നോവൽ തുടങ്ങുന്നത് പോലെ സ്കന്ദപുരാണവും ശിവപുരാണവും പത്മപുരാണവും പാടുന്ന ഹരിദ്വാർ, ദക്ഷ പ്രജാപതിയുടെ ഹരിദ്വാർ, സതീദേവിയുടെയും മാനസാദേവിയുടെയും അഞ്ജനാദേവിയുടെയും ഹരിദ്വാർ, ദത്താത്രേയ മഹർഷിയുടെ ഹരിദ്വാർ, സപ്തർഷികളുടെ ഹരിദ്വാർ. ഹിമാലയത്തിന്റെ ഒരു ഭാഗമായ ശിവാലിക് പർവ്വതനിരകളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമാണ് ഹരിദ്വാർ. ഭാരതത്തിലെ 7 പുണ്യ നഗരങ്ങളിൽ ഒന്നാണിത്. ഗംഗാനദിയുടെ വലത് കരയിലാണ് ഹരിദ്വാർ. ഹരിദ്വാർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സ്വർഗ കവാടം എന്നാണ്. പുരാണങ്ങളിൽ മായാപുരി, ഗംഗാദ്വാർ, മോക്ഷദ്വാർ എന്നൊക്കെ പരാമർശങ്ങളുള്ള നഗരം. പാലാഴി മഥനം നടത്തിയപ്പോൾ കിട്ടിയ അമൃതിന്റെ തുള്ളികൾ വീണ സ്ഥലങ്ങളിൽ വെച്ച് 12 വർഷവും 6 വർഷവും കൂടുമ്പോൾ നടത്തുന്ന കുംഭമേള, അർദ്ധകുംഭമേള ഇവ നടക്കുന്ന ഒരു സ്ഥലം ഹരിദ്വാറാണ്. അലഹബാദ്, ഉജ്ജയിൻ, നാസിക് ഇവയാണ് മറ്റു സ്ഥലങ്ങൾ. ഭഗീരഥൻ കപില മഹർഷിയുടെ ശാപം മൂലം ഭസ്മമായി പോയ തന്റെ പൂർവികരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ഇവിടെ തപസ് ചെയ്ത ഓർമ്മയ്ക്കായിട്ട് പിതൃക്കൾക്ക് വേണ്ടി ഗംഗയിൽ കർമ്മങ്ങൾ ചെയ്യാനാണ് ഹിന്ദുക്കൾ ഹരിദ്വാറിലെത്തുന്നത്. വിക്രമാദിത്യ ചക്രവർത്തി തന്റെ സഹോദരനായ ഭർതൃഹരിയുടെ ഓർമ്മയ്ക്കായി ഉണ്ടാക്കിയ ഹർക്കിപുരിയാണ് പ്രധാനപ്പെട്ട ഗംഗാഘട്ട്. ഇതിനെ ബ്രഹ്മകുണ്ഠ എന്നും പറയും. ഭർതൃഹരി ഇവിടെ ഒരുപാട് കാലം തപസ്സനുഷ്ഠിച്ചിരുന്നു. ഇവിടുത്തെ ഗംഗാ ആരതി വളരെയധികം ദൈവികമായ അനുഭൂതി തരുന്നതാണ്. അവിടെ ചെന്നപ്പോൾ മുകുന്ദന്റെ നോവലിലെ നായകൻ ഗംഗയോട് പറയുന്നത് പോലെ ഞാനും ഗംഗയെ നോക്കി പറഞ്ഞു, സഗര ചക്രവർത്തിയുടെ 16,000 പുത്രന്മാരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച ഗംഗേ, നീ എൻ്റെ ചെറിയ തെറ്റുകൾ പൊറുക്കില്ലേ? ഞാൻ ചെയ്ത ചെറിയ പാപങ്ങൾ നീ കഴുകിക്കളയില്ലേ? ഭഗീരഥന്റെ തേരിന്റെ ചക്രങ്ങൾ വീഴ്ത്തിയ പാടുകൾക്ക് മുകളിൽ ഒഴുകവേ ഗംഗ എന്നെ നോക്കി മന്ദഹസിച്ചതായിട്ട് എനിക്ക് തോന്നി. ഹരിദ്വാറിൽ നമ്മൾ സന്ദർശിക്കേണ്ട പ്രധാന സ്ഥലങ്ങൾ മായാദേവി ക്ഷേത്രം, ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. സതീദേവിയുടെ പൊക്കിൾ വീണത് ഇവിടെയാണ്. മാനസാദേവി ക്ഷേത്രം വില്ലു പർവ്വതത്തിന്റെ മുകളിലാണ്. റോപ്പ് വേ ഉണ്ട്, നടന്നു പോവുകയും ചെയ്യാം. ദക്ഷ മഹാദേവ ക്ഷേത്രം, ഇവിടെ വെച്ചാണ് ദക്ഷ പ്രജാപതി യാഗം നടത്തിയതും ശിവനെ ക്ഷണിക്കാതെ അപമാനിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തതും. ചണ്ഡീദേവി ക്ഷേത്രം, ചണ്ഡമുണ്ഡന്മാർ എന്ന അസുരന്മാരെ ദേവി വധിച്ച സ്ഥലം, നീലപർവ്വതത്തിന്റെ മുകളിലാണ്. സപ്ത ഋഷി ആശ്രമം അല്ലെങ്കിൽ സപ്ത സരോവർ, സപ്തർഷികൾ തപസ് ചെയ്ത സ്ഥലം. അവരുടെ തപസ്സിന് ശല്യം വരാതിരിക്കാനായിട്ട് ഗംഗാദേവി 7 തിരിഞ്ഞ് ഒഴുകിയിരിക്കുന്നു. ഭാരത് മാതാ മന്ദിർ, 8 നിലകളുള്ള ക്ഷേത്രമാണ് ഭാരത് മാതാ മന്ദിർ. ഗംഗാ നദിക്കടുത്താണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സമർപ്പണമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഓരോ നിലകൾക്കും ഓരോ പേരുകളും സമർപ്പണങ്ങളും ഉണ്ട്. സ്വാമി സത്യമിത്രനന്ദയാണ് ഇത് സ്ഥാപിച്ചത്. ഹരിദ്വാറിൽ എന്നെ ആകർഷിച്ചത് പഴയ കെട്ടിടങ്ങളും സ്വാമിമാരും മതസ്ഥാപനങ്ങളും നടത്തുന്ന സൗജന്യ ധർമ്മശാലകളുമാണ്. വഴിവാണിഭക്കാരും തീർത്ഥാടകരും സൈക്കിൾ റിക്ഷകളും ഓട്ടോറിക്ഷകളും കാറുകളും ഒക്കെ കൊണ്ട് എപ്പോഴും തിരക്കുള്ള ഒരു പ്രാചീന നഗരമാണ് ഹരിദ്വാർ. ഉത്ഭവസ്ഥാനമായ ഗംഗോത്രിയിലെ ഗോമുഖ് ഗ്ലേഷ്യറിൽ നിന്ന് 253 കിലോമീറ്റർ സഞ്ചരിച്ച് ഗംഗാനദി ഉത്തരേന്ത്യയിലെ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇടമാണ് ഹരിദ്വാർ. അതുകൊണ്ടാണ് ഗംഗാദ്വാർ എന്ന പേർ ലഭിച്ചത്.
ഹരിദ്വാർ എന്നും ഹർദ്വാർ എന്നും പേര് പറയാറുണ്ട്. ഹരി എന്നാൽ വിഷ്ണുവും ഹരൻ എന്നാൽ ശിവനുമാണ്. ബദരീനാഥിലേക്കും കേദാർനാഥിലേക്കുമുള്ള വഴി ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നതുകൊണ്ട് രണ്ടു പേരും അന്വർത്ഥമാണ്. പിറ്റേ ദിവസം ഞങ്ങൾ ഹരിദ്വാറിൽ നിന്ന് ചാർധാം യാത്ര ആരംഭിച്ചു. ആദ്യത്തെ സ്ഥലമായ യമുനോത്രിയിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര.